നമ്മുടെ ഇന്നത്തെ ആദരണീയ അതിഥികളായി എത്തിയിരിക്കുന്ന കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വികസനകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി ബിന്ദു, അല്പസമയത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ പേരന്റ് കൂടിയായ പഞ്ചായത്ത് അംഗം ശ്രീമതി അഡ്വക്കേറ്റ് ജിഷ മുരളി, സ്കൂളിൻ്റെ PTA അധ്യക്ഷൻ ശ്രീ PM ഫിലിപ്പ്, സ്കൂൾ മാനേജർ ശ്രീ അനിൽകുമാർ വി, സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ കാർമൽ സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ ജോൺ യേശുദാസ്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഓക്സ്ഫോർഡ് സ്കൂളിലെ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ മുത്തശ്ശിമാർ, കിൻഡർ ഗാർഡൻ കുട്ടികളുടെ അച്ഛനമ്മമാർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ, ഓക്സ്ഫോർഡ് സ്കൂളിലെ ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായ വന്ദനം. ഏവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സ്കൂളിൻ്റെ 22ാമത് വാർഷികാഘോഷം ജാനുവരി 11-ാം തീയതി ഇതേ വേദിയിൽ ഈ ക്യാമ്പസിൽ നടന്നു കഴിഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന ഏതാണ്ട് പകുതിയിൽ കൂടുതൽ രക്ഷിതാക്കൾ അന്ന് പല സമയങ്ങളായി ക്യാമ്പസിൽ വന്ന് ആ പ്രോഗ്രാമുകൾ കണ്ട് ആസ്വദിച്ച് പിന്തുണ നൽകിപ്പോയി എന്ന് കരുതുന്നു. എങ്കിലും ഇതിൽ പങ്കെടുക്കാത്ത കുറച്ചു പേരുള്ളവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. 2003 മെയ് മാസം 23-ാം തീയതി 147 കുട്ടികളും 7 അധ്യാപകരും 4 അനധ്യാപകരുമായാണ് ഓക്സ്ഫോർഡ് സ്കൂൾ ഈ കരവാളൂർ ഗ്രാമത്തിൽ ആരംഭിക്കുന്നത്. 22ാമത്തെ അക്കാദമിക വർഷം ആരംഭിക്കുമ്പോൾ 2024 ജൂൺ മാസത്തിൽ 1420 കുട്ടികളും 62 അധ്യാപകരും 44 അനധ്യാപകരുമാണ് ഉള്ളത്. ഈ കഴിഞ്ഞ അക്കാദമിക വർഷം സ്കൂളിലെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ ശ്രദ്ധ ആകർഷിച്ചതും നേട്ടങ്ങളുടെ പടവുകൾ താണ്ടിയ വർഷവും കൂടിയാണ്. അതിലെടുത്തു പറയാൻ നമ്മുടെ മുന്നിൽ നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞതാണ്, എങ്കിലും ഈ സന്ദർഭം അത് ആവശ്യപ്പെടുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ സ്കൂളിലെ അഫ്സൽ എന്ന കുട്ടി 97% മാർക്കിൽ പാസ്സായത് മാത്രമല്ല, രണ്ടാമതൊരു കുട്ടി NDAയുടെ പരീക്ഷ പാസ്സായ വർഷമാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് രണ്ടാമത് ഒരു കുട്ടി നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ നേടിയ വർഷമാണ്. ഫിസിക്സ് പോലെയുള്ള വിഷയങ്ങളിൽ 100 മാർക്ക് വാങ്ങിയ വർഷമാണ്. അതുപോലെ നമ്മുടെ സ്കൂളിലെ ബ്രിസാബിനു, നമ്മുടെ സ്കൂളിലെ അദ്വൈത് കൃഷ്ണ, ഈ കുട്ടികൾ അന്താരാഷ്ട്ര രംഗത്ത് തിളങ്ങിയ വർഷം കൂടിയാണ് ഈ 2024-25. ഷാർജയിൽ നടന്ന 24 രാജ്യങ്ങൾ പങ്കെടുത്ത ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ, ഇൻ്റർനാഷണൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടി. അതുപോലെ സിംഗപ്പൂരിൽ നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും നമ്മുടെ സ്കൂളിലെ 2 കുട്ടികൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു എന്നുള്ളതും ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന 120-ൽ പരം അക്കാദമികവും അക്കാദമികമല്ലാത്തതുമായ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ ചടങ്ങിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ 22 വർഷം, അതിലെ 2 വർഷം ഒഴിച്ചാൽ 20 വർഷവും LKG UKG കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി കലാപരിപാടികൾ നടത്താനുള്ള തീരുമാനമെടുക്കുകയും അത് നടത്തി വരികയും ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത, കിൻഡർ ഗാർഡനിൽ 240-ൽ പരം കുട്ടികളാണുള്ളത്. അത്രയും കുട്ടികളും ആരോഗ്യ കാരണങ്ങളാലോ മറ്റെന്തെങ്കിലും വീട്ടുവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടോ പ്രത്യേകമായ വ്യക്തി തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലോ മാറി നിൽക്കുന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കുട്ടികളെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത തന്നെയാണ്. ഇവിടെ പ്രോഗ്രാമിൻ്റെ മികവ് ഒരു പ്രധാനമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനേക്കാൾ പങ്കാളിത്തം ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷേ മുൻ വർഷങ്ങളിൽ ഇത് കണ്ടവരും കേട്ടവരും ഒക്കെ ഇവിടെ ഉണ്ടാകും.
ഇതുപോലെ 600-700 പേരോളം ഇരിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക്, സ്റ്റേജിലേക്ക് കുഞ്ഞുങ്ങൾ കയറി വന്ന് അവരുടെ കൈകാലുകൾ ഒന്ന് ചലിപ്പിച്ചാൽ പോലും, അവിടെ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പോലും മുൻപ് അല്ലെങ്കിൽ ഇപ്പോൾ പലർക്കും സാധ്യമല്ല, കഴിയുന്നില്ല. അതിന് സാധ്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം, ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള അവരുടെ പഠനത്തിൻ്റെ ഒരു ദീർഘകാലത്തെ ഒരു പ്രയാണ കാലഘട്ടം തന്നെയാണ്. ഈ ചുവടുവയ്പ് ആ വിജയത്തിൻ്റെ ഒരു തുടക്കമായി മാറുക തന്നെ ചെയ്യും. CBSE കുടുംബാംഗമായി വന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. അതിനൊരു പ്രത്യേകതയുണ്ട്. 30,000-ൽ പരം സ്കൂളുകൾ, 24-ൽ പരം രാജ്യങ്ങളിലായി 5.5 കോടിയിൽ പരം കുട്ടികൾ പഠിക്കുന്ന ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു പരീക്ഷാ ബോർഡാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഈ ഫാമിലിയിൽ അംഗമായി തുടക്കക്കാരായി പ്രവേശനം നേടിയവരാണ് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും. ഇതെടുത്തു പറയുന്നത് ലോക സാമ്പത്തിക ശക്തിയിൽ 5-ാം സ്ഥാനം അല്ലെങ്കിൽ 5 ലോക സാമ്പത്തിക ശക്തിയിൽ ഒന്നായി മാറിയ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചാണ്. അവിടുത്തെ ഒരു പൗരന്മാരുമാണ് നമ്മൾ. ഇപ്പോൾ 5-6 വയസ്സുള്ള കുട്ടികളാണ് ഈ ഇരിക്കുന്ന രക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നത്. അടുത്ത 3 വർഷത്തിന് ശേഷം ഈ 5 രാജ്യം എന്നുള്ള പട്ടിക ചുരുക്കി 3 രാജ്യമാക്കും എന്ന് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. 3 രാജ്യങ്ങൾ, അതിലൊന്ന് നമ്മുടെ രാജ്യമുണ്ടാവും. 2027-ലോ 28-ലോ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ജർമ്മനിയും ഫ്രാൻസിനെയും മറികടന്ന് 3 രാജ്യങ്ങളുടെ ചുരുക്കപ്പട്ടികയിലേക്ക് വരും. പിന്നെ ഒറ്റ പട്ടിക, ഒരു ലിസ്റ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യവും നമ്മൾ 40കളിൽ പ്രതീക്ഷിക്കുന്നു. സംശയമൊന്നുമില്ല. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ഇന്ന് ലോകത്തെ ഏറ്റവും ചെറുപ്പമുള്ള രാജ്യം ഇന്ത്യയാണ്. ഞാൻ മുൻപ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ചെറുപ്പമുള്ള രാജ്യം, യുവാവായ രാജ്യം, യങ്ങായ രാജ്യം. പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ജനങ്ങളുടെ ആവറേജ് ഏജ് എടുത്തിട്ടാണ്. 29.5 ആണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവറേജ് ഏജ്. അത്രയും ചെറിയ പ്രായമുള്ള ജനങ്ങളുള്ള രാജ്യം ഇന്ന് ലോകത്ത് വേറെ ഇല്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ രാജ്യത്തിനെ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിൽ, പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ അടുത്ത വർഷങ്ങളിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് സംശയമില്ല. രാഷ്ട്രീയ കാരണങ്ങളൊന്നും അല്ല ഇവിടെ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതേപോലെ ഏത് ഭരണ സംവിധാനമായാലും, ഏത് മുന്നണി നമ്മുടെ രാജ്യത്തിനെ നയിച്ചാലും ഈ പോക്കിന് മാറ്റമുണ്ടാകും. കാരണം നമ്മളുടെ മനുഷ്യ വിഭവശേഷിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. മനുഷ്യൻ തന്നെ നിർമ്മിച്ച കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ ഈ മനുഷ്യ വിഭവശേഷിയെ മറികടക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ട്. പക്ഷേ ആശങ്കയ്ക്ക് അവിടെ നിൽക്കട്ടെ. മനുഷ്യ വിഭവശേഷി എന്ന ഒരൊറ്റ ഘടകം കൊണ്ട് നമ്മുടെ രാജ്യം ഈ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നെറുകയിലെത്തുകയും തന്നെ ചെയ്യും. ഞാനത് സൂചിപ്പിക്കുന്നത് അങ്ങനെയായാൽ ഇപ്പോൾ 5, 6, 7 വയസ്സുള്ള ഇവിടെ ഇരിക്കുന്ന ഗ്രാൻഡ് പാരൻസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 30, 35 വയസ്സാകുമ്പോഴായിരിക്കും അത് സംഭവിക്കുന്നത്. ആ ഒരു വലിയ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് സൂചിപ്പിക്കുകയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഈ കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് വേണ്ടി ഈ കലാപരിപാടികൾ ചിട്ടപ്പെടുത്തുമ്പോൾ, ഇതിനു വേണ്ടുന്ന പരിശീലനം നൽകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്നതും ഇതൊക്കെ തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളാണ് നാളെ ലോകത്തിനെ നയിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. 1-ാം സ്ഥാനത്ത് എൻ്റെ കുഞ്ഞുണ്ടാവും രാജ്യത്തെ നയിക്കാൻ, ആ രാജ്യമാണ് ലോകത്തെ നയിക്കാൻ എന്നുള്ള ചിന്തയാണ്. പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അത് നടപ്പിലാക്കാനുള്ള നോഡൽ ഏജൻസിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. രക്ഷിതാക്കൾ എല്ലാവരും അത് അറിഞ്ഞിട്ടില്ല എങ്കിലും ഇതുപോലെയുള്ള സ്കൂളുകളിൽ കഴിഞ്ഞ 4 വർഷമായി പരോക്ഷമായിട്ടും അതുപോലെ തന്നെ പ്രത്യക്ഷമായിട്ടും ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 18-ൽ പരം സംസ്ഥാനങ്ങളും ഇത് പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു. ചില കാര്യങ്ങളിൽ കേരളം പിറകോട്ട് നിൽക്കുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. രാഷ്ട്രീയമായും മറ്റു കാരണങ്ങളൊന്നുമല്ല ഇവിടെ പ്രധാനം. പിറകോട്ട് നിൽക്കുന്നത് ഓർത്തിരിക്കുക, എപ്പോഴും പിറകിൽ തന്നെയായിരിക്കും. ആ പിറകോട്ട് നിൽക്കുന്നവരുടെ ഇടയിൽ മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഒരു ചെറിയ വിദ്യാഭ്യാസ സമൂഹത്തിനെ ഇപ്പോൾ കഴിയുന്നുള്ളൂ. ലോകത്തെ ഏതാണ്ട് 500-ൽ പരം മുൻകിട കമ്പനികൾ ഇന്ന് ഇന്ത്യയിലേക്ക് ഓരോ മാസവും വരുന്നുവെന്നാണ്. കമ്പനികൾ സ്ഥാപിക്കാൻ മാത്രമല്ല വരുന്നത്, ഇവിടുത്തെ യുവാക്കളെ ഇൻ്റർവ്യൂ നടത്തി വിവിധ സ്ഥാപനങ്ങളിൽ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂ നടത്തി കൊണ്ടുപോകുന്നതിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എല്ലാം നന്മയുടെ ഫലം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു.
ഗവൺമെൻറ് ജോലിയും മറ്റും വ്യവസ്ഥാപിതമായ മാർഗത്തിൽ സ്ഥിരമായി ജോലിയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സംവിധാനങ്ങളായിരുന്നു നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ആ കാലവും ആ കാഴ്ചപ്പാടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അതറിയാം. ഈ സ്കൂളിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളോട് ഏതെങ്കിലും ഒരു കുട്ടിയോട് ചോദിച്ചാൽ PSC ടെസ്റ്റിൽ ജോലിയിൽ കയറണമെന്ന് ഒരു കുട്ടി പോലും പറയില്ല. ജോബ് മോശമെന്ന മീനിങ്ങിലല്ല പറയുന്നത്. PSC ടെസ്റ്റിൽ ജോലിയിൽ കയറിയാൽ കിട്ടുന്ന 50 മുതൽ 1 ലക്ഷം വരെയുള്ള ശമ്പളമല്ല ആ കുഞ്ഞിൻ്റെ മനസ്സിൽ. അതിനെല്ലാം അപ്പുറത്താണ്. ശമ്പളത്തിൻ്റെ ആസ്പെക്റ്റിൽ എടുത്താൽ ആ കുഞ്ഞിൻ്റെ മനസ്സിലിരിക്കുന്നത് 5ഉം 10ഉം 15ഉം അല്ലെങ്കിൽ ഒരു ഇയറിൽ എത്ര കോടി കിട്ടുമെന്ന ചിന്തയിലാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ആസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവന് ലോകം മുഴുവൻ കാണാം. ഈ ഇട്ടാവട്ടത്തിൽ നിന്ന് മാറി ലോകം മുഴുവൻ കണ്ട് ജനങ്ങളെ മുഴുവൻ മനസ്സിലാക്കി ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. അതിന് പറ്റുന്ന വിദ്യാഭ്യാസ രീതിയും സമ്പ്രദായവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു, സംസ്ഥാനം തീരുമാനിച്ചു കൊണ്ടേയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ശരി, നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രയാണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അന്യം നിന്ന് പോകുന്ന, നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുന്ന ചില മാനുഷിക മൂല്യങ്ങളെ കണ്ടില്ല എന്നടിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ആ മൂല്യങ്ങളെ നമ്മൾ വിളക്കിച്ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയാൽ, വ്യക്തികളിൽ നിന്ന്, മനസ്സിൽ നിന്ന് പോയാൽ അവിടെ അത് സ്ഥാപിക്കേണ്ടതുണ്ട്. ബുദ്ധിമുട്ടാണെന്നറിയാം, വലിയ പ്രയാസമാണെന്നറിയാം. എങ്കിലും അതിൻ്റെ ഒരു ചെറിയ കണിക അല്ലെങ്കിൽ ഒരു പിന്തുണ, ഒരു ശ്രമമാണ് ഈ സ്കൂൾ ഇവിടെ ഇപ്പോൾ നടത്തുന്നത്. അതായത് ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് ടീച്ചേഴ്സ് എല്ലാ രക്ഷിതാക്കളെയും വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കിട്ടിയ റിപ്പോർട്ട് 250ഓളം മുത്തശ്ശന്മാർ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇതിൽ പരം സന്തോഷമുള്ള മറ്റൊരു കാര്യം വേറെ എന്താണുള്ളത്? അതായത് കൊച്ചുമക്കളുടെ പ്രോഗ്രാമുകൾ കാണാൻ, അവരുടെ സന്തോഷം, ആ മുഖത്തു നിന്ന് വരുന്ന കളിച്ചിരികൾ കണ്ട് വീട്ടിൽ ആസ്വദിച്ചപ്പോഴും ഒരു വലിയ സദസ്സിൻ്റെ ഇടയിലിരുന്ന് മറ്റുള്ളവരെങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതെന്നും കൂടി കാണാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെയെല്ലാം നിങ്ങൾ ദിവസവും കാണും. അത് സ്വന്തം കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളൂ. അയലത്തെ വീട്ടിലെ കുഞ്ഞിനെ കണ്ടു കാണും, ബന്ധു കുഞ്ഞുങ്ങളെ കണ്ടു കാണും. എന്നാൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, അവൻ്റെ അതേപോലെ കഴിവുകൾ വെച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കഴിവും എൻ്റെ കുട്ടിയുടെ കഴിവും താരതമ്യം ചെയ്യുമ്പോൾ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അവനിനി സപ്പോർട്ട് ചെയ്യേണ്ടുന്നത്, എനിക്ക് മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും പിന്തുണ നൽകാനുണ്ടോ, ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ചില അസുലഭമായ നിമിഷങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. പകരം നമ്മൾ ഫോണെല്ലാം ഓൺ ചെയ്ത് അവിടെ ഇരുന്ന് നല്ല ഭംഗിയായിട്ട് സൂം ചെയ്ത് റെക്കോർഡ് ചെയ്യും. ഇത് വലിയൊരു പിന്തുണയാണ്. ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ ആ ഫ്രെയിമിലേക്ക് കയറി വരുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമാണ്. അതും അതിനോടൊപ്പം കാണുകയാണ്. തൊട്ടടുത്തിരുന്ന് മറ്റൊരു ഗ്രൂപ്പിനെ മറ്റൊരാൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി അവസാനം സ്വാർത്ഥതയുടെ മൂർത്തിഭാവങ്ങളായി വഴിയരികിൽ ഒരുവൻ വീണ് കിടന്നാൽ, ഒരുവൻ ചോര വാർന്ന് മരിക്കുന്നത് കണ്ടാൽ അത് മനുഷ്യനാണോ അതോ ഈ ഇന്നത്തെ AI കാലഘട്ടത്തിലെ ഒരു റോബോട്ടാണോ എന്ന് സംശയം കൊണ്ട് നമ്മൾ മടങ്ങിപ്പോകും. ഇത് തിരിച്ചറിയാൻ നമുക്ക് ഇനി കഴിയണം. അവിടെ നടത്തുന്ന ഒരു ചെറിയ ശ്രമമാണ് ഇതെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാ രക്ഷിതാക്കളെയും, മുത്തശ്ശന്മാരെയും മറ്റ് അഭ്യുദയകാംക്ഷികളായ നല്ലവരായ രക്ഷിതാക്കളെയും അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. വിശിഷ്യ നമ്മൾ സ്വാഗതത്തിന് അർഹത നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്ന നമ്മുടെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആരോഗ്യ വിദ്യാഭ്യാസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി ബിന്ദു മാഡമാണ്. നമ്മുടെ സ്കൂളിലെ മുൻ സ്റ്റാഫും രക്ഷിതാവും ഒക്കെ ആയിരുന്നു. എല്ലാ അർത്ഥത്തിലും ഈ സ്കൂളിൻ്റെ ഭാഗമായി ഇതിൻ്റെ വളർച്ചയ്ക്കും വിവിധ സഹകരണങ്ങൾ നമുക്ക് നൽകി പോരുന്ന ആ മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ ഏറെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ പേരൻറ്റും പഞ്ചായത്തിൻ്റെ ഗ്രാമ മെമ്പറും മുൻ അധ്യക്ഷയുമായ ശ്രീമതി അഡ്വക്കേറ്റ് ജിഷ മുരളി മാഡം, ഞാൻ സൂചിപ്പിച്ചതുപോലെ നല്ല ഒരു പിന്തുണ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ എല്ലാ പുരോഗതിക്കും കൂടെ നൽകുന്ന മാഡത്തിനെയും വളരെ സന്തോഷത്തോടെ ആദരവോടെ അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ PTA അധ്യക്ഷൻ ശ്രീ PM ഫിലിപ്പ് അവർ, നമ്മുടെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല ഈ സ്കൂൾ ഈ പ്രദേശത്തിന് അനിവാര്യവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി പല കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു PTA അധ്യക്ഷനാണ്. അദ്ദേഹത്തിനും ഈ പ്രോഗ്രാമിലേക്ക് നിറഞ്ഞ മനസ്സോടെയുള്ള സ്വാഗതം. സ്കൂളിൻ്റെ മാനേജർ ശ്രീ അനിൽകുമാർ സാർ,
ഔപചാരികതയുടെ പേരിലാണ് എങ്കിലും നിസ്വാർത്ഥം ഇത് സ്കൂളിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം. സ്കൂളിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ജോൺ യേശുദാസ് സാർ, അതുപോലെ തന്നെ കാർമൽ സ്കൂളിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ, കുളത്തൂപ്പുഴ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ ജോൺ യേശുദാസ് സാറിനും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രത്യേകിച്ച് സ്വാഗതമല്ല എങ്കിൽ തന്നെ ഈ സ്കൂളിലെ സ്റ്റാഫ്, കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടി അധ്വാനിച്ച ഈ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ കോർഡിനേറ്റർമാരായ ലിനു സാർ, അതുപോലെ തന്നെ വസന്ത മാഡം, എല്ലാവരും ഇതിലെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വളരെ പരിശ്രമിച്ചവരാണ്, പ്രയത്നിച്ചവരാണ്. എല്ലാവർക്കും അർഹമായ സ്വാഗതം. അതുപോലെ ഇന്നത്തെ വിശിഷ്ട അതിഥികളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രാൻഡ് പേരൻസ്, തീർച്ചയായും അവരുടെ ആ നിറഞ്ഞ മനസ്സും അവരുടെ നന്മ ഉള്ള അനുഗ്രഹവും ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. ഇത് പ്ലാൻ ചെയ്ത നാൾ മുതൽ അങ്ങോട്ട് വരെ ടീച്ചേഴ്സുമായി പല ഗ്രാൻഡ് പേരൻസും നിരന്തരം സമ്പർക്കത്തിലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ വരാം, ഞങ്ങൾ വന്നാൽ പാട്ടുപാടും, പാട്ടുപാടിയാൽ ഞങ്ങൾ കൈയടിക്കണം, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പങ്കുവച്ച ഗ്രാൻഡ് പേരൻസ് ഇവിടെയുണ്ട്. അത് മാത്രവുമല്ല, ദൂര സ്ഥലത്ത് കോട്ടയം, എറണാകുളം, കൊച്ചി പോലെയുള്ള തൃശ്ശൂർ പോലെയുള്ള സ്ഥലത്തു നിന്ന് ധാരാളം ഗ്രാൻഡ് പേരൻസ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തി. ഏറ്റവും പ്രധാനം എത്തിച്ചേർന്നു എന്ന് ഞാൻ കരുതുന്നു. ടീച്ചർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, കുവൈറ്റോ ദുബായിയോ ആണെന്ന് തോന്നുന്നു, 2-3 പാരൻസ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്പസമയത്തിന് ശേഷം അവരുടെ ലിസ്റ്റ് ഇവിടെ എത്തും. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ ഈ പ്രോഗ്രാമിനെ ഉൾക്കൊണ്ട മനസ്സുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച നല്ലവരായ രക്ഷിതാക്കൾ, ഗ്രാൻഡ് പേരൻസിന് ഈ പ്രോഗ്രാമിലേക്ക് വളരെ വളരെ സന്തോഷത്തോടെ നന്മ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം. അതുപോലെ തന്നെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അവരാണ് ഇതിൻ്റെ മുഖ്യ ഘടകം ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടക്കേണ്ട പ്രോഗ്രാമാണ്. ചില പ്രത്യേക കാരണങ്ങളാലും ഘടകങ്ങളാലും അത് ഇന്നേക്കൊന്നും മാറിയെന്നേ ഉള്ളൂ. അതായത് കിഡ്സ് ഫെസ്റ്റിൻ്റെ കാര്യമാണ്. ഗ്രാൻഡ് പേരൻസ് മീറ്റ് നമ്മൾ എല്ലാ വർഷവും മറ്റൊരു അവസരത്തിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിന് മാറ്റിവെച്ചെങ്കിലും ചില പേരൻസൊക്കെ അയ്യോ ഞങ്ങൾ റെഡിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയ പ്രായോഗികമായ വിഷമവും ബുദ്ധിമുട്ടും പങ്കുവച്ചിരുന്നു. പക്ഷേ പിന്നീട് അവർ നൽകിയ പിന്തുണ എല്ലാ അർത്ഥത്തിലും വളരെ ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു, ആഹ്ലാദകരമായിരുന്നു. ആ രക്ഷിതാക്കൾക്ക്, എല്ലാ രക്ഷിതാക്കൾക്കും, എത്തിച്ചേർന്നവർക്കും അല്പസമയത്തിനകം എത്തിച്ചേരുന്നതായിരിക്കുന്ന വലിയൊരു പേരൻ്റ് സമൂഹം, എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ സഹകരിക്കുന്ന മീഡിയ പേഴ്സൺസ്, ടെക്നിക്കൽ പേഴ്സൺസ്, ഒരുപാട് വിദ്യാകാംക്ഷികൾ വേറെയും ഈ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് ജയകുമാർ, അതുപോലെ തന്നെ ചേതാനും മറ്റു ചില PTA വൈസ് പ്രസിഡന്റ് സൗമ്യ മാഡം, അതുപോലെ പിന്നെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയെ ഒരിക്കൽ കൂടി നന്ദിയും അതുപോലെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, ഔപചാരികത കുറച്ച് ഭാഗങ്ങളുണ്ടെങ്കിലും സാധാരണ മീറ്റിങ്ങുകളുടെ ഔപചാരികത പലതും ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുത്തശ്ശി മുത്തശ്ശന്മാരെ പരിചയപ്പെടലുകളും അതുമായി ബന്ധപ്പെട്ട കോമ്പയറിംഗ് ടീമിൻ്റെ അറിയിപ്പുകൾ നിങ്ങൾക്ക് വരും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പ്രോഗ്രാമിലെ 3 കാര്യങ്ങളാണ്. ഒന്ന്, മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ഒരു സംഗമം, അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രോഗ്രാമുകൾ, അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികൾ, അതിനുശേഷം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം. ഇവിടെ നടത്തിയ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ ആ മാർക്കിനെ അടിസ്ഥാനമാക്കി ക്യാഷ് അവാർഡുകളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ഇതേ വേദിയിൽ നൽകും. അത് 3ാമത്തെ പ്രോഗ്രാമാണ്. ഇത് 3ഉം അവസാനിച്ചതിന് ശേഷമേ എല്ലാവരും മടങ്ങി പോകാവൂ. അത് മാത്രവുമല്ല, മുത്തശ്ശി മുത്തശ്ശന്മാരുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലി കളറിംഗ് പ്രോഗ്രാം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണത്. അത് പല സമയത്തും അത് നടത്താനുള്ള സമയപരിമിതി ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യാൻസൽ ചെയ്ത വർഷവുമുണ്ട്. പക്ഷേ അത് കാരണം അത് നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പ്രോഗ്രാമാണ്. അതിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന ഒരു വാല്യൂ കഴിയുമ്പോൾ മാത്രം മനസ്സിലാവുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത് അതും കൂടി പങ്കെടുക്കുമ്പോഴാണ് ഇതിൻ്റെ പരിപൂർണതയിലെത്തുന്നത്. ഇപ്പോൾ പറഞ്ഞ ആ ഒരു ക്രമം അനുസരിച്ച് തന്നെ നമ്മൾ പോകും. 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഇനി ആദ്യത്തെ പ്രോഗ്രാമിലേക്ക്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരുങ്ങി വരും. തുടർന്ന് അവരുടെ കലാപരിപാടികളെല്ലാം 1 by 1 ആയി നടക്കും. അതിനുശേഷമാണ് കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോൾ
രക്ഷിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങളെ വിളിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഇരുത്താവുന്നതാണ്. തുടർന്ന് സർട്ടിഫിക്കറ്റ് സ്കോളർഷിപ്പ് വിതരണത്തിനും ക്ലാസ്സുകൾ അനുസരിച്ച് അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ സഹകരിച്ചു വന്ന് ഇതേ പ്രവേശനത്തിലൂടെ തന്നെ വാങ്ങി തിരികെ ഇരുന്ന സീറ്റിൽ തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.